ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ചിനായിട്ട് വെണ്ടയ്ക്ക സാമ്പാർ വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ വെക്കണമെന്ന് നോക്കാം. ഞാൻ അടുപ്പത്ത് മൺപാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നു. വെണ്ടയ്ക്ക കഷ്ണങ്ങളാക്കി വെച്ചത് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ലൈറ്റ് ഗോൾഡൻ പരുവത്തിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം. അടി പിടിക്കാതെ വേണം വറുത്തെടുക്കാൻ. ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഈ സാമ്പാർ. നമ്മളിങ്ങനെ പൊടികളൊക്കെ വറുത്തിട്ട് നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഓൾറെഡി വെച്ചതായിരുന്നു, പിന്നെ ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്. നല്ല ടേസ്റ്റാണ് ഈ സാമ്പാറിന്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിക്ക ആൾക്കാരും ഇത് വെക്കാറുണ്ട്, പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്യണം. നമുക്ക് വറുത്തെടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക. ഇനി നമുക്കതിലേക്ക് നമ്മൾ വറുത്ത എണ്ണയിൽ തന്നെ നമ്മളൊന്ന് താളിപ്പിനായിട്ട് എടുക്കുന്നുണ്ട്. അത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് പരിപ്പ് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചായിരുന്നു, അതും കൂടെ നമുക്കൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയ ശേഷം നമുക്ക് ഈ വെണ്ടയ്ക്ക വറുത്തതും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെണ്ടയ്ക്ക. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കണം. അധികം മിക്സാക്കാൻ പാടില്ല, ഒരുവിധം ഒന്ന് മിക്സാക്കി വിട്ടിട്ട് നമുക്ക് ഒരു തിള വന്നത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ താളിപ്പിനായിട്ട് ഈ മൺപാത്രം വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായത് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യുന്നുണ്ട്. കടുക് പൊട്ടി വന്നത് നമുക്ക് ഒരു സബോള ഞാൻ അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സബോളയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. 2 തക്കാളി ഞാൻ ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കണം. ഒന്ന് മിക്സാക്കിയ ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. തക്കാളിയും കൂടെ അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്യുന്നുണ്ട്, അതും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നതും അതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വലിയ സ്പൂൺ എടുത്ത്, അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ ഇട്ട് കൊടുത്തിരിക്കണേ. ഇത് കായവും ഉലുവ ജീരകമൊക്കെ പൊടിച്ച് വെച്ചതാണ് ഫ്രണ്ട്സ് സാമ്പാറിനായിട്ട്. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു ടിപ്സാണ് ഇത്, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം. പെട്ടെന്ന് നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഉപയോഗപ്പെടും. അപ്പോൾ നമുക്കിത് പൊടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് ആഡ് ചെയ്യാം. 1.5 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. മുളക് പൊടി എരിവ് പാകത്തിന് നമുക്ക് ചേർത്താം. ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് വെണ്ടയ്ക്കും പരിപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരു ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്, 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റിയായി സാമ്പാർ റെഡിയാവും. ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ വെണ്ടയ്ക്ക വറുക്കുമ്പോൾ ലേശം ഉപ്പിട്ടാണ് വറുത്തത്, അപ്പോൾ ആ പാകത്തിന് നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ചേർത്തണമെങ്കിൽ.
അങ്ങനെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്ര പാകം വെള്ളം ചേർത്തണോ ആ പാകത്തിൽ നമ്മൾ ചേർത്തി കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അധികം കുഴഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. വെണ്ടയ്ക്കല്ലേ, കുഴയാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.